എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാഞ്ചിയെ കാണിക്കും. സാഞ്ചി ആണെങ്കിൽ ബിഗ് മോമിന്റെ ഗസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ചെയ്യാണ്. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോ ലൂഫിയെയും നാമിയെയും ബാക്കിയുള്ള അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ചിന്തയാണ്. ലൂഫിയും നാമിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്തു. സാഞ്ചിക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ അവരെ ഹേർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവന്റെ മനസ്സിലെ ഏക ആഗ്രഹം അവര് സേഫ് ആയിട്ട് ഇവിടുന്ന് തിരികെ പോകണം എന്ന് മാത്രമാണ്. പക്ഷെ ലൂഫി അവനതിന് തയ്യാറാവില്ല എന്ന് സാഞ്ചിക്ക് നന്നായിട്ട് അറിയാം. സാഞ്ചി വരുന്നത് വരെ അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമെന്ന് അട്ടിച്ചു പറഞ്ഞതാണ്. അതുമാത്രമല്ല, ബിഗ് മോമിന്റെ ഒരു വലിയ പട അത് ലൂഫിയെ തേടി പോകുന്നതും അവൻ കണ്ടതാണ്. പക്ഷെ സാഞ്ചിയുടെ മനസ്സിലെ ഏക ആശ്വാസം ബിഗ് മോം അവന് കൊടുത്ത വാക്ക് മാത്രം. തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സിനൊന്നും സംഭവിക്കില്ല, അവർക്ക് സുരക്ഷിതരായിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോവാൻ കഴിയുന്നുള്ള പ്രതീക്ഷയോടുകൂടെ സാഞ്ചിയാണെങ്കിൽ കാത്തു നിൽക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫിയെയും നാമിയെയും അവരെ രണ്ടുപേരെയും ബിഗ് മോമിന്റെ ആൾക്കാർ ഇപ്പൊ ക്യാസിലേക്ക് കൊണ്ടുവന്ന് അവരെ രണ്ടുപേരെയും സെല്ലില് അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ലൂഫിയുടെ കയ്യില് വലിയൊരാണി അതങ്ങനെ ചേർത്ത് വെച്ച് ആഞ്ഞടിക്കുകയാണ്. ആ വേദനയില് ലൂഫി ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറക്കും. ലൂഫിയുടെ മുൻപിലാണെങ്കിൽ നാമിയുണ്ട്. പക്ഷെ നാമി അവളാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ലൂഫിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് മാത്രമാണ് അവളുടെ ടെൻഷൻ. അതിന് ലൂഫി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ ആണി അത് ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്യും. ആ ഷാർലറ്റ് മാൻഡോർ അവൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബുക്ക് സെല്ലിലാണ് നമ്മുടെ ആൾക്കാര്. അവർ രണ്ടുപേരും ഇപ്പൊ കുടുങ്ങിക്കിടക്കുക. ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ആ ബുക്കിന്റെ ഡോറ് അതങ്ങനെ ക്ലോസ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് മിറർ വേൾഡിൽ പെട്ടുകിടക്കുന്ന ചോപ്പറും ക്യാരറ്റും അവർ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവരെ പോലുള്ള ഒരുപാട് ക്ലൗൺസ് അകത്തേക്ക് വന്നു കഴിഞ്ഞു. ചോപ്പറിനാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വെളിച്ചമുണ്ടായി. അവൻ ക്യാരറ്റിന്റെ ചെവിയിൽ സീക്രട്ടായിട്ട് ഒരു കാര്യം പറയും. ബീസ്റ്റ് ലേഡി അവൾക്കാണെങ്കിൽ ഇവര് സ്വകാര്യം പറയുന്നത് ഒട്ടും ഇഷ്ടാവില്ല. അവളാണെങ്കിൽ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി ചീത്ത പറയാൻ തുടങ്ങും. അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റൻസ് വില്ലന്മാര് അവരോട് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പറയാണ്. കട്ട് ചെയ്ത ഇവിടെ ബ്രൂക്ക് അവൻ അവന്റെ സോളിനെ ഉപയോഗിച്ച് ആ ഒരു പോണോഗ്ലിഫുള്ള ഭാഗത്തേക്ക് നൈസായിട്ട് കടന്നു വരും. സോളാണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ബ്രൂക്കിന്റെ സോളാണെങ്കിൽ ചുറ്റും നോക്കും. മൊത്തത്തില് അവിടെ 3 പോണോഗ്ലിഫ് അവൻ കാണും. 2 എണ്ണം മറ്റേതോ പോണോഗ്ലിഫാണ്. അതിലൊന്ന് അവരന്വേഷിച്ചു വന്ന ആ റോഡ് പോണോഗ്ലിഫും. അത് കറക്റ്റായിട്ട് കണ്ടെത്തി ആ സോള് ആ പോണോഗ്ലിഫിന്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ടമഗോയെ കാണുക. ആക്ച്വലി ഈ ഐലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രഷർ എല്ലാം തന്നെ ഈ ഒരു വലിയ റൂമിലാണ് കുമിച്ചുകൂടി ഇട്ടിരിക്കുന്നത്. ലോകത്തിൽ മൊത്തം 30 പോണോഗ്ലിഫാണ്. അതിൽ 3 എണ്ണം ഈ ബിഗ് മോമിന്റെ കയ്യിലാണ്. അപ്പോഴായിരിക്കും ഒരു ജനറൽ ലേഡി അവൾ മറ്റൊരു പെൺകുട്ടിയെ കൈപിടിച്ച് വലിച്ച് അവൾ ഉപദ്രവിക്കുന്നതായിട്ട് ബ്രൂക്കിന്റെ സോള് കാണുക. അവളാണെങ്കിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ജനറൽ ആണെങ്കിൽ ആ പെണ്ണിനെ പിടിച്ച് അങ്ങനെ പിഴിഞ്ഞെടുത്ത് അവളെ ദൂരേക്ക് വലിച്ചെറിയും. ഇവിടെ ടമഗോ അവനാണ് ഇത്രയും സെക്യൂരിറ്റീസ് ഈ റൂമിലേക്ക് കൊണ്ടുവന്നത്. കാരണം 5 വർഷങ്ങൾക്ക് മുൻപ് പെട്രോ ഒരിക്കൽ ഈ പോണോഗ്ലിഫ് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചതാണ്. സോ പെട്രോ വീണ്ടും ഇവിടേക്ക് വന്നു എന്ന് മനസ്സിലാക്കിയ ടമഗോ അവൻ ബുദ്ധിപൂർവമായിട്ട് കറക്റ്റായിട്ട് പെരുമാറി. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ബ്രൂക്കിന്റെ സോള് അത് കറക്റ്റായിട്ട് പെട്രോയുടെ അടുത്തേക്ക് വന്ന് അവനോട് കാര്യങ്ങൾ പറയും. അകത്തേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. അവരെല്ലാവരും നീ ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അവരുടെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. പെട്രോയ്ക്കാണെങ്കിൽ ഭയങ്കര നിരാശ. കാരണം അവൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടെയാണ് ഇവിടേക്ക് വന്നത്. ലൂഫി ആൻഡ് ടീം ഒരു ഭാഗത്ത് കഷ്ടപ്പെടുകയാണ്. സോ എങ്ങനെയെങ്കിലും ആ പോണോഗ്ലിഫ് എടുക്കണമെന്ന് പെട്രോയ്ക്കും ബ്രൂക്കിനും വല്ലാത്തൊരാഗ്രഹം തോന്നും. ബ്രൂക്കിന്റെ ഒരേ ഒരു ലക്ഷ്യം ലൂഫിയെ കിങ് ഓഫ് ദ പൈററ്റാക്കി മാറ്റുക എന്നതാണ്. അതിന് ഈ പോണോഗ്ലിഫ് നിർബന്ധമായും കിട്ടിയേ പറ്റൂ. ബ്രൂക്ക് ആണെങ്കിൽ പെട്രോയോട് പറയും, ഇപ്പോ ആ ഒരു ടമഗോയെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരേ ഒരാള് നീയാണ് പെട്രോ. നിന്നെ ഉപയോഗിച്ച് ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോവാണ്. നീ അതിന് ഓക്കെ ആണോ? അത് കേൾക്കേണ്ട താമസം പെട്രോയ്ക്ക് പൂർണ്ണ സമ്മതം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ മിറർ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ വലിയൊരു അണ്ടാവില് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിൽ ക്യാരറ്റിനെ മുക്കിയെടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. ആ ബീസ്റ്റ് ലേഡിയും അവളുടെ അസിസ്റ്റൻസും അവരെല്ലാവരും വായിൽ വെള്ളം ഊറി ക്യാരറ്റിനെ നോക്കും. ക്യാരറ്റിനെ ആ വെള്ളത്തിലിട്ട് മുക്കിക്കൊന്ന് ഒരു ഡെലീഷ്യസ് ഡിഷാക്കി മാറ്റി അവളെ കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഏക ലക്ഷ്യം. ആ മുതലയ്ക്കാണെങ്കിൽ വായിൽ വെള്ളം ഊറും. അവൻ ആദ്യമായിട്ടാണ് ഒരു റാബിറ്റിനെ തിന്നാൻ പോകുന്നത്. അതിന് ചോപ്പർ പറയും, അയ്യോ ഇല്ല, നിങ്ങൾ കരുതും പോലെ അവൾക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അവൾക്ക് ബോഡിയിൽ ഫുള്ള് ചൊറിയും ചെരങ്ങുമാണ്. അതുകൊണ്ട് അവളെ പുഴുങ്ങി കഴിച്ചാൽ നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്കും ആ അസുഖമൊക്കെ വരും.
പക്ഷേ ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ ചോപ്പർ പറയുന്ന ഒന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ആ വെള്ളം തിളപ്പിച്ചു കൊണ്ടേയിരിക്കും. അവളുടെ അസിസ്റ്റൻസ് എല്ലാവരും ഇപ്പൊ വായിൽ വെള്ളം ഊറി ആ അണ്ടാവിലേക്ക് തന്നെ നോക്കും. ചോപ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനെ അവിടുന്ന് മാറ്റുന്നതിന് മുൻപ് എത്രയും വേഗം അവളെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവന് നഷ്ടാവും. കട്ട് ചെയ്ത ഹോൾ കേക്ക് ചാറ്റു ലൈബ്രറി കാണിക്കും. അവിടെയാണെങ്കിൽ ബിഗ് മോം ആ ചാറ്റു ബർമ ഫാമിലിയെ കൂട്ടിക്കൊണ്ടു വന്ന് മാൻഡിഗോയെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇവറ്റകള് മനുഷ്യരെ തിന്നും, മനുഷ്യരുടെ ഇറച്ചിയോട് ഇവറ്റകൾക്ക് ഭയങ്കര ആക്രാന്തമാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ള ഓരോരുത്തർക്കും ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇമ്പിൾ ടൗണിൽ നിന്ന് ഇവിടേക്ക് വന്നാണെന്ന് പറഞ്ഞ് അതിന് കാണിച്ചു കൊടുക്കും. ആക്ച്വലി അത് ഒറിജിനലാണ്. അതിനെ ആണിയടിച്ച് ആ ബുക്കിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ പേജ് മറിച്ച് അടുത്ത ആനിമലിനെ കാണിക്കും. അടുത്തതായിട്ട് യൂണിക്കോണിനെ കാണിച്ചു കൊടുക്കും. ആക്ച്വലി വർഷങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള ജീവജാലങ്ങളെ പിടിച്ച് ഇവര് ഇത്തരത്തിൽ ബുക്സിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബുക്കിൽ അവറ്റകൾ ഇരിക്കുന്നിടത്തോളം കാലം അവറ്റകൾക്ക് ഏജ് ആവില്ല, അവറ്റകൾ നശിക്കില്ല, എപ്പോഴും ഫ്രഷ് ആൻഡ് യങ് ആയിട്ട് കാണപ്പെടും. ലോകത്തുള്ള എല്ലാ ക്രീച്ചേഴ്സിനെ കുറിച്ചുള്ള അറിവ് അത് ഈ ലൈബ്രറിയിൽ നിന്ന് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ലൈബ്രറി കാണിക്കും. ഓരോ ബുക്കിൽ നിന്നും ഓരോ ആനിമൽസ് ഒക്കെ പുറത്തേക്ക് നോക്കുകയാണ്. ഇൻസ്മോക്കിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതം. ആള് പറയും, ഈ ഐലാൻഡിലേക്ക് വന്നപ്പോൾ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ഇത് ഞങ്ങൾക്കൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. ആക്ച്വലി ബിഗ് മോമിന്റെ ടീം അവർ ഇതുപോലെ തന്നെയാണ് നാമിയെയും ലൂഫിയെയും ഒരു ബുക്കിൽ അടച്ചു വെച്ചിരിക്കുന്നത്. ബിഗ് മോം ആണെങ്കിൽ വീണ്ടും പറയും, ആ ജയന്റ് ട്രൈബിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങളെ കൊണ്ടാവും വിധം അവറ്റകളെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും ബിഗ് മോമിന്റെ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് ഓടി വന്ന് ബിഗ് മോം പറഞ്ഞ രണ്ടുപേരെയും പിടിച്ചു എന്ന് അവളോട് പറയാ. അത് കേട്ട് അവൾ ഒരു 2 സെക്കൻഡ് ബ്രേക്ക് ചോദിച്ച് അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാര് അവരാണെങ്കിൽ നാമിയെയും ലൂഫിയെയും കഷ്ടപ്പെടുത്തുകയാണ്. നാമിയാണെങ്കിൽ ഓൾറെഡി ആ ഒരു സിറപ്പിൽ വീണ് അവളുടെ ബോഡി മുഴുവൻ സിറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അവൾക്കൊന്ന് കുളിച്ചേ പറ്റൂന്ന് അവൾ അവരോട് പറയും. പക്ഷെ അവരാണെങ്കിൽ അവളെ നോക്കി കളിയാക്കി ആ ബുക്സിന്റെ പേജസ് അത് സ്പീഡിൽ മറിച്ച് അവരെ കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം ബിഗ് മോമിന്റെ ട്രാൻസ്പോർട്ടർ സ്നെയില് അത് നാമിക്കും ലൂഫിക്കും മുൻപിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിൽ നിന്ന് ബിഗ് മോമിന്റെ സൗണ്ട് അത് പുറത്തേക്ക് വരും. എന്തൊക്കെയുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലൂഫി എന്ന് അവൾ പറയും. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് നിലവിളിക്കും, മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിടുന്നതാണ് നല്ലത്. സാഞ്ചിയെ അവനെ ഞങ്ങള് തിരികെ കൊണ്ടുപോകും. അതിനവളാണെങ്കിൽ നിർത്താതെ ചിരിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. സത്യത്തിൽ നീ എനിക്ക് തന്ന വാക്ക് അത് നീ പാലിച്ചില്ല. ന്യൂ വേൾഡിലേക്ക് വരുമ്പോ എന്നെ കാണാനായിട്ട് നിന്റെ എല്ലാ ഫ്രണ്ട്സുമായി വരും എന്നല്ലേ നീ പറഞ്ഞത്. നീ അടക്കം നിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളെ എല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഞാൻ നിരാശയിലായി. നിന്റെ ഫ്രണ്ട്സിനെയും കൂടെ എന്റെ കയ്യിൽ കിട്ടണമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ലൂഫിയെ നോക്കി ചിരിക്കും. നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ എന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു ലൂഫി. അതിന് ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് അവളെ വെല്ലുവിളിക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ സ്ട്രെയിറ്റ് ആയിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യും. വെറും സെക്കൻഡുകൾ കൊണ്ട് നിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്ന് ലൂഫി അവളോട് പറയും. അത് കേട്ട് ബിഗ് മോം അവൾ ഫുൾ കലിപ്പില് ലൂഫിയെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.